പണ്ട് അബ്ദുൽ കലാം 2050 എന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളം നാളെ നിങ്ങളുടെ നാട്ടിൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഉള്ള ഭാഗങ്ങൾ സൈനികരും പട്ടാളക്കാരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിൽ അടികൂടി യുദ്ധത്തിന് വരെ വെള്ളത്തിന് വേണ്ടി നടക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണില്ലാത്തപ്പോൾ അതിന്റെ വില മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഇത്? അല്ല, ഇതിലിപ്പോ എന്താ പറയുക, ലോകത്തിലെ ചില കാര്യങ്ങൾ ഇപ്പൊ കേപ്പ് ടൗൺ പോലുള്ള സ്ഥലങ്ങൾ, കേപ്പ് ടൗൺ എന്ന് പറയുന്ന ആ നഗരമൊക്കെ ഇനി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളൊഴിഞ്ഞൊരു ഒരു ശ്മശാനം പോലെ ആയി പോകുന്ന പറയുന്നത്. വെള്ളമില്ല അവിടെ, മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് എന്താ പ്രകൃതി എല്ലാം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ആ പ്രകൃതിയെ നമുക്ക് തിരിച്ച് നമ്മൾ പ്രകൃതിക്ക് എന്താ കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഇതിൽ വരുന്ന ആളുകളെ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്ന പ്രകൃതിയായിട്ടാണ്. അപ്പൊ പ്രകൃതിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ എന്താ ഗുണം വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഓരോ ദിവസം പ്രകൃതി നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. പ്രകൃതിയോട് നമ്മൾ നന്ദി പറയാം, നമുക്ക് ഈ തന്നതിനല്ല, മനസ്സിലായി? നമ്മൾ ശ്വസിക്കുന്ന വായുവിനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശം മുതൽ നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പുറകിൽ ആരാണോ അതാണ് പ്രകൃതി.